ശ്രീകുമാർ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചു വന്നതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് അടുത്തൊരു വിഷയം കൂടി ഒന്ന് ചുരുക്കത്തിൽ സ്പർശിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ശക്തമായൊരു പുനഃസംഘടന എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമ്മൾ കേരളം തന്നെ ഉദാഹരണമായി എടുത്താൽ ആ പുനഃസംഘടന തന്നെ എങ്ങനെയാവണം എന്നൊരു വലിയ തർക്കത്തിൽ നിൽക്കുകയാണ്. അതിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതുമൊരു ഒരു ഒരു ഹൈക്കമാൻഡിൻ്റെ ബലഹീനതയല്ലേ? ശരിയായി രാഷ്ട്രീയമായി വളരെ ശക്തമായി പുനഃസംഘടന പോലും നടത്താൻ കഴിയുന്നില്ല എന്ന പ്രശ്നം കോൺഗ്രസിനെ അലട്ടുന്നില്ലേ? അവിടെ അഹമ്മദാബാദിൽ വെച്ച് തന്നെ ഹസനും കെ സി ജോസഫും ഒക്കെ പുനഃസംഘടനയെക്കുറിച്ച് സംസാരിച്ചു. വളരെ വിപുലമായ തലത്തിൽ താഴെത്തട്ട് മുതലുള്ള വളരെ ശക്തമായ പൂർണ്ണമായ ഒരു അഴിച്ചുപണി പുനഃസംഘടന വേണം എന്നാണ് കോൺഗ്രസിൽ പല നേതാക്കളും ആഗ്രഹിക്കുന്നതും പറയുന്നതും. അപ്പോൾ കേരളത്തിലെ പുനഃസംഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് AICCയുമായി ബന്ധപ്പെട്ട വിഷയമല്ല, AICC സമ്മേളനവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. കാരണം അവിടെ ചർച്ച ചെയ്യുന്ന കേരളമല്ല, കേരള രാഷ്ട്രീയവുമല്ല. അവിടെ കേരളത്തിലെ CPM കോൺഗ്രസ് പോരോ തിരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളോ ഒന്നുമല്ല. അവിടെ ദേശീയ തലത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ AICC ചർച്ച ചെയ്യുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും അതുപോലെ ഇന്ത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ച വിജയം അതെങ്ങനെ നിലനിർത്തണമെന്ന് ചിന്തിക്കാനുമാണ്. ഇവിടെ നിതീഷ് കുമാറിനെ ചെയർമാൻ സ്ഥാനത്ത് ആക്കണ്ട എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയൊന്നുമല്ല, അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജിയാണ് പറഞ്ഞത്. കോൺഗ്രസ് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു എന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ പ്രിയങ്കരനായ സീതാറാം യെച്ചൂരിയാണ്. കോൺഗ്രസിന്റെ പ്രസക്തി ജോസഫ് അംഗീകരിക്കേണ്ട അല്ല അല്ല നിതീഷ് കുമാറിനെ ചെയർമാൻ ആക്കണം, നാഷണൽ കോർഡിനേറ്റർ ആക്കണം എന്ന ഡിമാൻഡിനെ കുറിച്ച് കോൺഗ്രസ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അതിനെക്കുറിച്ച് ഒരു ചർച്ച വരാതിരിക്കാൻ ഇന്ത്യ ബ്ലോക്കിന്റെ മീറ്റിംഗ് തന്നെ നീട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ടാണ് ബാംഗ്ലൂരിനും ബോംബെക്കും ശേഷം 6 മാസത്തേക്ക് മീറ്റിംഗ് നടക്കാതിരുന്നത്. കാരണം കോൺഗ്രസിന് ഒരു തീരുമാനം പറയേണ്ടി വന്നു. ഇതാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്നാണ് പറഞ്ഞത്. കേവലം ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഡിനൈ ചെയ്ത് പോകാൻ കഴിയാത്ത വസ്തുത ഇതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആയിക്കോട്ടെ. ആ വസ്തുത അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണ്. കാരണം നിതീഷ് കുമാർ ഇപ്പോൾ ഏത് മുന്നണിയിലാണെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മതി. തന്നെ കോൺഗ്രസിന്റെ നിരീക്ഷണമാണോ ശരിയെന്ന് ബോധ്യപ്പെടും. മനസ്സിലായല്ലോ? നിതീഷ് കുമാറിനെ കുറിച്ച് അല്ല വന്നപ്പോ പിന്നെന്താ കരുതിയത്? കോൺഗ്രസ് നോക്കൂ, BJP ദുർബലപ്പെടുത്താൻ BJPയുമായി അടക്കം സഹകരിച്ച പാർട്ടികളെ പോലും ഇപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് കേൾക്കും. അതായത് ഇന്ത്യ മുന്നണി എന്നുള്ള ആ ഒരു വേദിയെ ഫലപ്രദമായി മുന്നോട്ട് നയിച്ചത് കോൺഗ്രസ് ആണ്. അത് നിതീഷ് കുമാറിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ കോൺഗ്രസിന് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നു, അതൊരു വിഷയമല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് കനയ്യകുമാറിനെ കുറിച്ചാണ്. അദ്ദേഹം തന്നെ ആ വിഷയത്തിൽ അദ്ദേഹം തന്നെ അന്വേഷണം നടത്തിയിട്ട് പിന്നെ പ്രതികരിച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം ഇവിടെ സ്ഥലത്ത് ചോദിച്ച ചോദ്യം, അതായത് കേരളത്തിലെ കോൺഗ്രസിൽ ഈ ഒരു വിഷയം ഇപ്പോൾ എന്തായാലും നമ്മൾ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് പൂർത്തിയാക്കട്ടെ. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ AICC ചേരുന്നതിന് മുമ്പാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പ്രമുഖമായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മധുര കോൺഗ്രസ് ആവുന്നത്. ആ കോൺഗ്രസ് നടക്കുന്ന സമയത്ത് അവിടെ പ്രസംഗിച്ച നേതാക്കളുടെ എഴുത്തും പ്രസംഗവും ശ്രദ്ധിക്കണമായിരുന്നു. പ്രകാശ് കാരാട്ട്, നമുക്ക് മലയാളം സംസാരിക്കാമല്ലോ, പ്രകാശ് കാരാട്ട് CPMൻ്റെ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനങ്ങളും ഗോവിന്ദ് നമാഷ് എഴുതിയ 3-4 തുടർച്ചയായ ലേഖനങ്ങളും ഒക്കെ കോൺഗ്രസിനെ കുറിച്ച് ഒരു വഴിയും പറഞ്ഞില്ല, കോൺഗ്രസിനെ വിമർശിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് CPM തെരഞ്ഞെടുപ്പ് ശത്രുക്കളാണ്. പക്ഷേ ദേശീയ തലത്തിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസിനെ അങ്ങനെ ദുർബലപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു ചിന്ത CPMന് ഉണ്ടായി. അത് നല്ല കാര്യമാണ്. അത് ഞാൻ സൂചിപ്പിച്ചതാണ് നേരത്തെ ഗോവിന്ദ മാഷ് കാര്യം പറഞ്ഞത്. ഞാൻ ഈ പറയുന്നതൊക്കെ നമ്മുടെ ഇപ്പോൾ മുമ്പിലുള്ള കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ്. പിന്നെ കേരളത്തിലെ ചർച്ച ചോദിച്ച സംഘടനാ രാഷ്ട്രീയം, ഇവിടുത്തെ സംഘടനാ രാഷ്ട്രീയം AICC ആയിട്ട് ബന്ധമില്ല. പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് പുനഃസംഘടന
ഉണ്ടാകുന്നത് കേരളത്തിൽ മാത്രമല്ല 2025 എന്നുള്ളത് നിങ്ങൾ തമാശയായിട്ട് പറയുന്നതും കോൺഗ്രസ് ഗൗരവത്തിലെടുക്കുന്നതുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ പുനഃസംഘടനാ കാലമാണെന്ന് പറയാൻ കാരണം അടുത്ത വർഷം വരുന്ന ചില തെരഞ്ഞെടുപ്പുകളാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ സംവിധാനത്തിൽ മാറ്റങ്ങളുണ്ടാവും, സംശയമൊന്നും വേണ്ട. ആ സംവിധാനം ഏത് രീതിയിൽ നിന്നാണ്, ഡിവിഷൻ വാർഡ് തലം തൊട്ട് മേപ്പോട്ടാണോ മുകളിൽ നിന്ന് താഴോട്ടാണോ എന്നുള്ളതൊന്നും കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല. അത് ചർച്ച ആകാത്ത കാലത്തോളം നമ്മളത് ചർച്ചയാക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇവിടെ ഒരു പ്രസക്തമായ ഒരു ചർച്ചയാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ AICC സമ്മേളനത്തെ നമ്മൾ ഗൗരവത്തിൽ തന്നെ കാണണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ആക്ഷേപം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇല്ലെന്നേ, പിന്നെ എന്തിനാ നമുക്ക്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇല്ല, കാരണം അത് അവർ അംഗീകരിച്ചു. ദേശീയ തെരഞ്ഞെടുപ്പ് 2024 ആ ചർച്ചയെ എന്തിനാണ് ശ്രീകുമാർ ആ ചർച്ചയിൽ ആ വിഷയം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന പാർട്ടി പറയുന്നില്ലല്ലോ, എന്നാൽ പിന്നെ നിങ്ങൾ ചർച്ച എന്നാണോ പൊതുസമൂഹത്തിന്റെ മുമ്പിലെ അസ്വസ്ഥപ്പെടുന്നതല്ല പൊതുസമൂഹത്തിന്റെ മുമ്പിലെ ഒരു ചോദ്യത്തെ അഡ്രസ് ചെയ്യല്ലേ വേണ്ടത്? കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് പറയുന്നില്ല? രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് മുമ്പ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ കോൺഗ്രസ് ഗ്രൂപ്പിലെ രാഹുൽ ഗാന്ധി എന്ന MP കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്നതിന് വളരെ ഒരു വ്യക്തമായ മറുപടി അതാണ് ഇവരെല്ലാം പറഞ്ഞത്. കോൺഗ്രസ് പറഞ്ഞിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതേ മധുര പാർട്ടി കോൺഗ്രസിൽ എന്താണ് പറഞ്ഞത്? പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് പങ്കെടുത്തില്ല, പ്രിയങ്ക വ്യക്തമാക്കണം, വിശദീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. ആ വിമർശനം ഈ സമൂഹത്തിൽ നിൽപ്പുണ്ട്. ശരത്തെ അല്ല, ഞാൻ പ്രസംഗമല്ല പറഞ്ഞത്, ഞാൻ എഴുത്താണ് പറഞ്ഞത്. 2 ഗോവിന്ദ മാഷിനെ പ്രകാശ് കാരാട്ടിന്റെ എഴുത്ത് ഇപ്പോഴും ദേശാഭിമാനി കിടപ്പുണ്ട്. അത് നിൽക്കട്ടെ. ഞാൻ ഇവിടെ ശരത്ത് ചോദിച്ച ചോദ്യം തന്നെ ഉത്തരം അത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ ശ്രീലാലത് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പിന്നെ വിശദീകരിക്കായിരുന്നേ. അതായത് AIC വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇന്ത്യ മുന്നണിയിൽ ആരൊക്കെ സംസാരിക്കണം എന്നുള്ള, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളുള്ള ഒരു മുന്നണിയാണത്. അതുകൊണ്ട് ആരൊക്കെ സംസാരിക്കണമെന്ന് തീരുമാനിച്ച രാഹുൽ ഗാന്ധി നേതൃത്വത്തിലുള്ള പാർട്ടിയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേ രാഹുൽ ഗാന്ധി ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ഇതേ രാഹുൽ ഗാന്ധി തന്നെ നിലനിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി AICC സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴും ഈ ചോദ്യം നിങ്ങൾ ഉയർത്തിയാണ്. അവിടെ വൃന്ദാക്കാരായിട്ട് ചോദിച്ച ചോദ്യം ശരത്ത് പറഞ്ഞല്ലോ, എന്തുകൊണ്ട് പ്രിയങ്ക വിദേശത്താണെന്നും അവരുടെ ഒരു സ്വകാര്യ സന്ദർശനത്തിൽ പോയതാണെന്നും അവർ പാർലമെന്റിൽ മാത്രമല്ല AICC ഉണ്ടാകില്ലെന്ന് വ്യക്തമായതാണല്ലോ. അപ്പോൾ AICC സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതിന് വേറെ പ്രത്യേകിച്ച് ന്യായമൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഒരു മിനിറ്റ്, രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിൽ കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയാണ് ആരൊക്കെ പ്രസംഗിക്കണം. ഇപ്പം കേരളത്തിൽ തന്നെ അസംബ്ലിയിലെ ഒരു വിഷയം അദ്ദേഹം തീരുമാനിച്ചു. എന്തേ ഈ ഭയം? എന്തുകൊണ്ടാണ് ഈ ഭയം? ഒഴിഞ്ഞുമാറൽ എന്തുകൊണ്ടാണ്? മുന്നിൽ നിന്ന് നയിക്കേണ്ടയാളല്ലേ പ്രതിപക്ഷ നേതാവ്? ചോദ്യം അവിടെയാണ് ആ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാത്തത്. പകരം ഈ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരുടെ ചുമലിൽ വെച്ച് മാറി നിൽക്കുന്നതാണോ പ്രതിപക്ഷ നേതാവിന്റെ റോള്? ആ പ്രതിപക്ഷ നേതാവ് എന്നിട്ട് കോൺഗ്രസ്സുകാരോട് ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ പിന്മാറരുത് കേട്ടോ, ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ വന്നാൽ അത് ഏറ്റെടുക്കണം, പിന്മാറരുത് അതിൽ നിന്ന്. എന്ത് വൈരുദ്ധ്യമാണ് വാക്കും പ്രവൃത്തിയും തമ്മിൽ? ശരത്തെ അങ്ങനെ വളച്ചൊടിച്ച് പോകരുത്. ഞാനൊന്നും വളച്ചൊടിച്ചിട്ടില്ല. ഒരു വാചകം പോലും ഞാൻ വളച്ചൊടിച്ചിട്ടില്ല. ശ്രീകുമാർ അങ്ങനെ പറയരുത്. എന്റെ ഭാവനയെ താങ്കൾ പറഞ്ഞ പോലെ നമ്മുടെ ഭാവനയിൽ നിന്ന് വാർത്ത ചമച്ചയാളല്ല ഞാൻ. എന്റെ വാചകമല്ല. അവിടെ പ്രസംഗിച്ചതിനെ കുറിച്ച് മലയാള മനോരമ എഴുതി, അതിൽ വെച്ചാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗിക്കാത്ത ശ്രീമർജി എന്ന് പറഞ്ഞു? ആളെ ചുമതലപ്പെടുത്തി ഇത് ബാൻ കൈമാറുന്ന കളിയൊന്നുമില്ല. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞത് അല്ലല്ല, ഒരു അധികാരി വടി കൊടുത്തു വെച്ചതുപോലെ അല്ലല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അതായത് ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ്, മലയാള മനോരമയിൽ വന്ന വാർത്തയുടെ ഘടനയെക്കുറിച്ചായിട്ട് ഞാൻ പറഞ്ഞത്. ഘടന വ്യത്യാസമുണ്ട്, വാചക ഘടന ഞാൻ പറഞ്ഞിരുന്നു, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം, അതായത് അദ്ദേഹം അങ്ങനെ പറയാതിരുന്നത് ശരിയല്ല എന്ന് എന്തുകൊണ്ട് CPM പറയാതിരുന്നത്? സംഘടനാപരമായ ബോധമുണ്ട് CPM-ന്. അതുകൊണ്ടാണ് അത് നിസ്സാരമല്ലല്ലോ. രണ്ട് കാര്യങ്ങൾ നിസ്സാരമല്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ അഭിപ്രായം തന്നെയാണ് പാർലമെന്റിൽ കോൺഗ്രസിന്റെ നേതാക്കൾ പാർലമെന്റിൽ പറഞ്ഞതും. രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായവും കോൺഗ്രസിന്റെ അഭിപ്രായവും ഒന്ന് തന്നെയാണ്. ധാർമ്മികമായ അർഹതയില്ല എന്ന് പറയേണ്ടി വരും.